നമുക്കൊന്ന് അടിപൊളി ചെറുപയർ കറി വെച്ചാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കറിയാണ്. നമുക്ക് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താദ്യം എടുക്കാം ചെറുപയർ. എന്നിട്ട് നമുക്ക് ഇതിൽ താളിക്കേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക്, ജീരകം, ഒറ്റമുളകാണ്. എന്നിട്ട് നമുക്കതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 5 വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. ഇതിൽ ചേർക്കേണ്ട പൊടികൾ എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻഗ്രീഡിയൻസ്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ തക്കാളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്തോട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിലൊക്കെ നമുക്ക് വേവണം. നന്നായിട്ട് വെന്താലേ അതിനുള്ള ടേസ്റ്റുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് താളിക്കേണ്ടതിലേക്ക് കിടക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക്, ജീരകമൊക്കെ ഒന്ന് പൊട്ടിച്ചൊന്നെടുക്കാം. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലും വറ്റമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. നല്ല വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും നല്ല പ്രോട്ടീൻ റിച്ച് കറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിത് വെളുത്തുള്ളിയും ചെറുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് എണ്ണയൊക്കെ കുറച്ച് നമ്മളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡയറ്റിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. അത് ഈ സമയം കൊണ്ട് നമുക്ക് ആ കുക്കറിലുള്ളത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ല വെന്തതിന് ശേഷം കുറച്ചും കൂടെ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് സിമ്പിളാണ്. എല്ലാം ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. നന്നായിട്ട് ചൂടാക്കി നന്നായി എടുക്കാം. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ചെറുപയർ കറി. അത് ടേസ്റ്റായിരുന്നു. നമ്മൾ ട്രൈ ചെയ്യുക. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്കിതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് ടേസ്റ്റും കിട്ടും.